നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് പൈനാപ്പിൾ ചേർത്തിട്ടൊരു മോര് കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ച പൈനാപ്പിൾ എടുത്തു കഴിഞ്ഞാൽ മോര് കറിക്ക് അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ അത് ആവശ്യത്തിനുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകും അതുപോലെ നല്ല വലിപ്പത്തിലുള്ളതായതുകൊണ്ട് ഞാൻ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മൂടി വയ്ക്കുക. അങ്ങനെ ഇടയ്ക്ക് മൂടി തുറന്നും ഇളക്കി കൊടുത്തും ഇത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു 3 ഇല വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം ഇത് കുക്കായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നന്നായിട്ട് പഴുത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം മോര് കറിക്ക്. അപ്പോൾ ദാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ഈ അരപ്പൊന്ന് ചൂടാക്കി എടുക്കുക. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈരിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല കട്ട തൈരാണെങ്കിൽ നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് കട്ടയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട തൈരായിരുന്നു. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് അടിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ മോര് കറിക്ക് കുറച്ച് പുളിയുള്ള തൈരാണ് നല്ലത്. അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഒരു ചൂട് കൊണ്ട് തന്നെ ഇതെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ ലൂസാണെങ്കിലും നമ്മളിത് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് താളിച്ചൊക്കെ ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ ഇത്രയും ഒരു ലൂസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോഴേക്കും ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽ മുളകും കറിവേപ്പില ചെറിയ ഉള്ളി ഇത്രയും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. നന്നായിട്ടിത് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടിയോ ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ ചേർത്ത് കൊടുക്കുക. അതിട്ടതിന് ശേഷം പൊടി കരിച്ച് കളയരുത്. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ മോര് കറിയാണ്. ഓണമൊക്കെ വരികയല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.